സിറിയയിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന അരാജകത്വം മുതലെടുക്കാൻ മുന്നിട്ടിറങ്ങി ഇസ്രായേൽ. ഗോലാൻ കുന്നിലെ 1/3 ഭാഗം അതിപ്പോൾ ഇസ്രായേൽ അതിശക്തമായ സൈനിക മുന്നേറ്റത്തിലൂടെ പിടിച്ചെടുത്തിരിക്കുകയാണ്. 50 വർഷത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് സിറിയയിൽ ഇസ്രായേൽ സൈന്യം പ്രവേശിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്കെതിരായ തങ്ങളുടെ നടപടികളുടെ നേരിട്ടുള്ള ഫലമാണ് ബാഷറിൻ്റെ പുറത്താകലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടു. അസദിനെ നേരിട്ടുള്ള പിന്തുണ നൽകുന്നവരാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ. ബാഷറിൻ്റെ ഭീകരഭരണത്തിൽ നിന്ന് മോചിക്കപ്പെടണം എന്ന് ആഗ്രഹിച്ചിരുന്നവർ നേടിയ ഒരു വലിയ വിജയം തന്നെയാണ് ഈ വിമത നീക്കമെന്നാണ് നെതന്യാഹു സൂചിപ്പിക്കുന്നത്. ഡമാസ്കസിന് പുറത്തുള്ള സിറിയൻ ഭാഗങ്ങളിൽ സൈന്യം അതിവേഗം പിടിച്ചെടുത്ത നടപടി തങ്ങളോട് ശത്രുതയുള്ള ഒരു ശക്തിയും ഇസ്രായേലിനോട് ചേർന്ന് ഇല്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. അസദ് കുടുംബത്തിൻ്റെ 53 വർഷം നീണ്ട ഉരുക്കുമുഷ്ടി ഭരണത്തിനും ബാത്ത് പാർട്ടിയുടെ ഏകാധിപത്യ ഭരണത്തിനുമാണ് വിമതർ ശനിയാഴ്ചയോടെ അന്ത്യം കുറിച്ചത്. ഇടക്കാല സർക്കാരിന് അധികാരം കൈമാറുമെന്ന് വിമതർ അറിയിച്ചിട്ടുണ്ട്. വിമതരോട് സഹകരിക്കുന്ന പ്രധാനമന്ത്രി മുഹമ്മദ് ഖാസി അൽ ജലാലി തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് വിമത കമാൻഡർ അബു മുഹമ്മദ് അൽ ഗൊലാനിയുമായി ബന്ധപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഡമാസ്കസ് പിടിച്ചെടുത്ത വിമതർ തലസ്ഥാനത്തെ കുപ്രസിദ്ധമായ സെറ്റ്നായ ജയിലിലെ 100 കണക്കിന് വിമത തടവുകാരെ മോചിപ്പിച്ചു. 1974 വെടിനിർത്തൽ കരാർ പ്രകാരം ബഫർ സോണായി പ്രഖ്യാപിച്ചിരുന്ന പ്രദേശമാണ് ഇപ്പോൾ ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്നത്. സിറിയൻ അതിർത്തിയിലേക്ക് കൂടുതൽ സൈന്യത്തെയും ഇസ്രായേൽ വിന്യസിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സൈനിക മേധാവി ഹെർസി ഹലേവിയാണ് ഇക്കാര്യം അറിയിച്ചത്. സിറിയൻ പ്രസിഡന്റ് അസദ് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ ഇപ്പോൾ അഭയം തേടിയിരിക്കുകയാണ്. എന്നാൽ പ്രശ്നത്തിൽ ഇപ്പോൾ ഇടപെടുന്ന കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കൃത്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. സിറിയയിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. സിറിയയിലെ വിമതർക്ക് തീവ്രവാദ പശ്ചാത്തലമുണ്ടെന്ന കാര്യം ചൂണ്ടിക്കാട്ടിയ ബൈഡൻ മേഖലയിലാകെ അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നതെന്നും അഭിപ്രായപ്പെട്ടു. അതേസമയം സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന സംഘടന ഇപ്പോൾ അറിയിക്കുന്നത് ഗോലാൻ കുന്നുകളിലെ കൊനിട്ര മേഖലയിൽ ഇസ്രായേൽ സൈന്യം ടാങ്കുകളും കവചിത വാഹനങ്ങളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നാണ്. 1967 നടത്തിയ യുദ്ധത്തിലാണ് ഇസ്രായേൽ ഗോലാൻ കുന്നുകൾ കീഴടക്കിയത്. അതേസമയം അമേരിക്ക ഒഴികെയുള്ള ഒട്ടുമിക്ക പാശ്ചാത്യ ശക്തികളും ഇസ്രായേൽ ഗോലാൻ കുന്നുകളുടെ 1/3 ഭാഗം ഇപ്പോൾ പിടിച്ചെടുത്തതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. സിറിയയിൽ 13 വർഷം നീണ്ട ആഭ്യന്തര യുദ്ധത്തിൽ 3.5 ലക്ഷം പേർ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലാവുകയും ചെയ്ത ചരിത്രമാണ് ഉള്ളത്. ബാഷറിൻ്റെ സൈന്യത്തിൻ്റെ ചെറുത്തുനിൽപ്പില്ലാതെയാണ് വിമതർ ഡമാസ്കസിൽ കടന്നത്. ഈ സമയം ആയിരക്കണക്കിന് ജനങ്ങൾ നഗരകവാടത്തിൽ സ്വാതന്ത്ര്യ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തിരുന്നു. അതിനിടെ സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെ വിമതരുടെ ആക്രമണം ഉണ്ടായതായും റിപ്പോർട്ടുണ്ട്. എംബസി കെട്ടിടത്തിലേക്ക് ഇരച്ചെത്തിയ വിമതർ ഫയലുകളും രേഖകളും മറ്റും നശിപ്പിച്ചു. എംബസിയുടെ ചുവരിൽ പതിപ്പിച്ചിരുന്ന ഇറാൻ്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള റുഹുള്ള ഖമേനി, ഇപ്പോഴത്തെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി, സെപ്റ്റംബർ 27 ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹസൻ നസറുള്ള തുടങ്ങിയവരുടെ ചിത്രങ്ങൾ കീറി എറിയുകയും ചെയ്തു. എംബസി ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഇറാനിയൻ നയതന്ത്രജ്ഞന്മാർ സ്ഥലം വിട്ടിരുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായിയെ ഉദ്ധരിച്ചുകൊണ്ട് ഇറാനിയൻ മാധ്യമമായ ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രവുമല്ല, ഇവിടെ ഇനി ജീവനക്കാരും തന്നെ അവശേഷിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിർണായകമായ ഒരു സമയത്ത് ഇറാൻ സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടി മാത്രം അവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്.